ഇന്നലെ എക്സാം എഴുതാൻ പറ്റാത്തതിൽ ഭയങ്കര വിഷമമായിരുന്നു. കാരണം രാവിലെ തന്നെ എനിക്ക് സുഖമില്ലാണ്ടായിപ്പോയി. ഞാൻ പറഞ്ഞില്ലേ, കണ്ണ് തുറക്കാനേ ആവുന്നില്ലായിരുന്നു. ഇന്നലെ കണ്ടല്ലേ നിങ്ങൾ. ഇപ്പോൾ കണ്ണ് തുറക്കാം, പക്ഷേ പെയിനുണ്ട്. അത് വേറെ കാര്യം. റെഡ് മാറിയിട്ടില്ല. റെഡ് ഉണ്ട്. ക്യാമറയിലൊന്നും കാണുന്നില്ല. പിന്നെ എനിക്ക് തോന്നി ദൈവമായിട്ടായിരിക്കാം അങ്ങനൊരു സംഭവം കൊണ്ടു തന്നെ. ഇന്നലെ ഫുള്ള് കരച്ചിലായിരുന്നു. വൈകുന്നേരം പ്രദീപിനെ അറിയാം, എനിക്ക് അല്ലറി കറിയായിരുന്നു എനിക്ക് എഴുതാൻ പറ്റാത്തതിലുള്ള വിഷമത്തിൽ. അതിൻ്റെ ഒരു പ്ലസ് പോയിൻ്റ് ഞാൻ പിന്നീട് ഓർത്തതെന്ന് വെച്ചാൽ, ദൈവം എന്നെ അങ്ങനെ അങ്ങനെ കൊണ്ട് എനിക്കങ്ങനെ തരാറില്ല. പക്ഷേ എങ്കിലും ആ വിഷമത്തുകൊണ്ട് എനിക്ക് എക്സാം എഴുതാൻ പറ്റാത്തൊരവസ്ഥയാക്കി തന്നേന്ന് പിന്നീട് ഞാൻ ആലോചിച്ച് മനസ്സിലായത്. ഞാൻ പറഞ്ഞില്ലേ നിങ്ങളോട്, ഏവരപ്പുറം അവസാനം നമുക്ക് ഫോട്ടോ എടുക്കേണ്ടി വരും. ഡിപ്ലോമേൻ്റെ സർട്ടിഫിക്കറ്റ് തരുമ്പോൾ എല്ലാവരുടെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കണം നമ്മളത്. അപ്പോൾ എന്തായാലും അത് എനിക്ക് ഇൻസ്റ്റയിലും ഇപ്പോൾ യൂട്യൂബിലായാലും എല്ലായിടും എനിക്ക് ഇടേണ്ടതാണ്. ഇപ്പോൾ എൻ്റെ ബാച്ചിൻ്റെ ഒപ്പം എടുത്തു കഴിഞ്ഞാൽ ഇതൊന്നും എനിക്ക് ഇടാൻ പറ്റില്ല. കാരണം ഇവർ എല്ലാം അയ്യോ ഞങ്ങളുടെ ഇടാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്താക്കും? അത് ഞാൻ ഓർത്ത് ശരിയാ. അപ്പോൾ ദൈവം അതുകൊണ്ടായിരിക്കണം. ഇവരുടെ കൂടെ എക്സാം എഴുതി പോയി കഴിഞ്ഞാൽ ചിലപ്പം എനിക്കൊന്നും ഇടാൻ പറ്റിയെന്ന് വരില്ല. പിന്നെ അല്ലെങ്കിൽ ഞാൻ മാത്രം സെപ്പറേറ്റ് സർട്ടിഫിക്കറ്റ് വാങ്ങി ഇടേണ്ടി വരും. ഞാനങ്ങനെ മനസ്സിൽ കരുതിയത്. അവസാനം കയറിപ്പോയിട്ട് മിസ്സുമാരടുത്ത് നിന്ന് അവരെൻ്റെ ഫോട്ടോയ്ക്ക് വിടണ്ട. അവരെ ഫോട്ടോ ഇടാൻ പറ്റിയില്ലെങ്കിൽ എൻ്റെ ഫോട്ടോ എന്തിനിടണം? എൻ്റെ ഫോട്ടോ ഇടുന്നുണ്ട് അവർ. ഞാൻ ഇന്നവരത് പറഞ്ഞിട്ടില്ല, ഇടണ്ടെന്ന് പറഞ്ഞിട്ടില്ല. കുറച്ചെങ്കിലും നട്ടലുണ്ടെങ്കിൽ സ്വന്തം ചിന്തിച്ചിട്ട് ഇടാണ്ടിരിക്കണമായിരുന്നു. അല്ല, അവരുടെ ഇടാൻ പറ്റില്ലെങ്കിൽ പിന്നെ അവളുടെ കട്ട് ചെയ്തിട്ട് ഇടാമെന്ന് വിചാരിക്കണം. എൻ്റെ ഫോട്ടോസ് പലതും കൂടെ നിന്ന് എടുത്തിട്ട് തിരിച്ച് തരാണ്ട് വരെ ഉണ്ട് ടീമുകളുണ്ട്, മനസ്സിലായോ? ഇങ്ങനെയും കുറേ പെൺപിള്ളേർ. പിന്നെ അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്നോർത്തു, ഇന്നലെ രാത്രി കിടക്കുമ്പോൾ അത് ആലോചിച്ച, ദൈവം അതായിരിക്കണം കണ്ണി കണ്ടേക്കണം, ഇവരുടെ കൂടെ എടുക്കണ്ട എന്ന് വിചാരിച്ചിട്ടായിരിക്കും ദൈവം എനിക്ക് എക്സാം എഴുതാൻ തരാൻ പറ്റാണ്ടിരുന്നത്. പിന്നെ അടുത്ത ബാച്ചിൻ്റെ കൂടെ ഞാൻ എഴുതി. അടുത്ത ബാച്ചിൻ്റെ ഉള്ളമാർ തപ്പി പിടിച്ച് വരും കേട്ടോ. പറയണേ ഇടണ്ടെന്ന്. എനിക്കറിയാം എത്ര 3 ഉണ്ട്. 3 തപ്പി പിടിച്ചെങ്കിലും വരും. ചിലപ്പം ആവില്ല. ചിലപ്പോൾ ഒരുത്തി പിന്നെ വേറൊരു വഴിക്ക് പോവും. ഒരുത്തി പിന്നെ ഒരു ക്രിട്ടിക്കൽ സ്റ്റേജിലൂടെ ഇരിക്കുന്നു. പിന്നെ വേറൊരുത്തി പിന്നെ ഒരു പണിയും ഒന്നും ഇല്ലാണ്ട് അങ്ങനെ ഇരിക്കുന്നുണ്ട്. അത് ചിലപ്പോൾ ചൊറിയാൻ വരുമെന്നേ ഉള്ളൂ. ഇതെല്ലാം നെഗറ്റീവ് മൈൻഡ് മാത്രമേ മനസ്സിലുള്ളൂ. നെഗറ്റീവായിട്ടുള്ളവർക്ക് നെഗറ്റീവ് തോട്ടും മൈൻഡും വരുള്ളൂ, മനസ്സിലായോ? നമ്മൾക്ക് ഫേസ്ബുക്ക് ആവാം, ഇൻസ്റ്റ ആവാം, ടെലിഗ്രാം എന്ത് വേണമെങ്കിലും ആവാം, മനസ്സിലായോ? നമുക്ക് ഇഷ്ടം പോലെ ഒരു പരിചയമില്ലാത്തവരൊക്കെ ഫ്രണ്ട്സ് ആവാം. നമ്മുടെ ഫ്രണ്ട്സ് എല്ലാം ഭയങ്കര പക്കാണ്. ഒരുത്തി ഞാൻ കണ്ടതാ, ഭയങ്കര സംഭവം അടിച്ചവൾ. ലവ് ഇടുന്നു, ഉമ്മ ഇടുന്നു, ഉമ്മ ലവ് യു ചക്കര ആന കുതിര എന്നൊരു ഡിലീറ്റ് വേണം കൊടുത്തുകൊണ്ടേയിരിക്കുന്ന ആൾക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ട്. ഭയങ്കര ഇത് പറയുന്നതാണ്. ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ അല്ലാതെ വേറെ ഒരാളെ നോക്കൂല. ഞാൻ എൻ്റെ ഭർത്താവ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു ആ സംഭവം. ഡിലീറ്റ് വരുവാൻ കൊടുക്കുന്നത്. ഇതാണ് മുഖം മൂടിയിട്ട കുറേ പേര്. എനിക്ക് അങ്ങനത്തെ ക്യാരക്ടർ ഇഷ്ടമില്ല. സ്വന്തം ഐഡൻറ്റിറ്റി പറയണ്ടെങ്കിലും മറ്റുള്ളവരെ ചുമ്മായിരുന്നു കുത്തി പറയാണ്ടിരിക്കുക. എവിടെയോ കിടക്കുന്ന പത്രത്തിൽ കിടക്കുന്ന പെൺപിള്ളേർ എല്ലാവരൊപ്പം പോയിന്നോ എല്ലാം അറിഞ്ഞു കഴിഞ്ഞാൽ അവൾക്ക് സ്വന്തം ഭർത്താവിൻ്റെ കൂടെ കിടന്നിട്ട് ഇവൾക്ക് എങ്ങനെ തോന്നി വേറൊരുത്തൻ്റെ ഒപ്പം പോകാൻ? പറയുന്ന ആൾ പിന്നെ ഭയങ്കര പെർഫെക്റ്റ്. നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് വേണം മറ്റുള്ളവരെ പറയാൻ. ഇങ്ങനെ ഉമ്മ ഇടാം, പഴയ ലവറുമായിട്ട് കണക്ട് ചെയ്യാം, ഭർത്താവ് അറിയാണ്ട് ചാറ്റ് ചെയ്യാം, മിണ്ടാം, കാണാം, പിടിക്കാം, എല്ലാം ചെയ്യാം. പറയുമ്പോൾ അങ്ങനെയുള്ളവർ പറയണം. അയ്യോ ഒന്നിനും പോകാത്തവർ, അവർ പറയണമെങ്കിൽ ഒരു ലോജിക്കുണ്ട്. അവരങ്ങനെ അല്ല, അതുകൊണ്ട് അവർക്ക് പറയാം എന്നുള്ളത്. ഇതിൽ തെറ്റ് ചെയ്യാത്തവർ ആരുണ്ട് ഗൂഗു എന്നുള്ളവർ. ആരെയും നമ്മൾ ജഡ്ജ് ചെയ്യേണ്ട ആവശ്യമില്ല. പോകുന്നതിൻ്റെ പിന്നിൽ എന്താണെന്ന് ആ ഭാര്യയും ഭർത്താവിനും പിടിച്ചിരുത്തിയിട്ട് ചോദിക്കാം. അത് അതിന് വേണ്ടപ്പെട്ട ആൾക്കാരുണ്ട്. അങ്ങനത്തെ കാര്യത്തിൽ നിന്ന് ഇടപെട്ട് വലിയ നല്ല പിള്ള ചമയേണ്ട കാര്യങ്ങളൊന്നുമില്ല. പറഞ്ഞു വന്നതിൻ്റെ സർട്ടിഫിക്കറ്റിൻ്റെ കാര്യം. ഈ നല്ല പിള്ള ഇങ്ങനെ മറ്റേ അടി കൂടി എന്നിട്ട് നല്ല പിള്ള ചമയുന്നവരെയൊക്കെ ഉണ്ടല്ലോ, എനിക്കാണെങ്കിൽ അടിച്ച് തന്നെ തുനാക്കാൻ തോന്നും. എനിക്കത് ഇഷ്ടമല്ല. ഇപ്പോൾ യൂട്യൂബിൽ കിടക്കുന്നവരെല്ലാം എൻ്റെ ലവേഴ്സ് ആയിരിക്കും. ഇപ്പോൾ പറയുന്നത് തന്നെയായിരിക്കാം. നോ പ്രോബ്ലം. ലവേഴ്സ് എങ്കിൽ ലവേഴ്സ്, ഓൾ ലവേഴ്സ്, ഓൾ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് എന്ന് പറയുന്ന മാതിരി ഓൾ ലവേഴ്സ്. നമ്മളെല്ലാം സ്വീകരിക്കുന്നതാണ്, നമ്മൾ ഫേക്ക് അല്ല.
നമ്മളെ എല്ലാ പിള്ളേരോടും മിണ്ടും, എല്ലാവരോടും മിങ്കിൾ ചെയ്യും, എല്ലാവരോടും സ്നേഹം മാത്രം. എനിക്കെൻ്റെ കയ്യിൽ അതേ ഉള്ളൂ. പിന്നെ കുറച്ചെങ്കിലും ഈ അരിയാഹാരം അരി തിന്നുന്നവർക്ക് ബുദ്ധി കുറവാണ്. എൻ്റെ തോന്നലിൽ അരിയാഹാരം തിന്നുന്നവർക്ക് ബുദ്ധി ഉണ്ടെന്നാണ്. വല്ല കാമുകനൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ വന്ന് ഈ നട്ടപ്പാതിരത്തിലേക്ക് വന്നിരുന്ന് നമ്മളോട് ഈ ലൈവിലിരിക്കുമോ? അവൾ മൊബൈലിൽ തോണ്ടിക്കൊണ്ടിരിക്കുമോ ലൈവിൽ, അല്ലെങ്കിൽ യൂട്യൂബിൽ തോണ്ടിക്കൊണ്ടിരിക്കുമോ എന്നൊക്കെ ചിന്തിക്കാവുന്നേ ഉള്ളൂ. പാവം ഇവന്മാർക്കൊന്നും ലവറില്ലാത്തതുകൊണ്ട് പാവം എൻ്റെ അടുത്തും ഇരിക്കുന്നു. എനിക്ക് അതിനുള്ള ബുദ്ധിയുണ്ട്. കുറേ അച്ഛനും അമ്മയും ഇരിക്കുന്നുണ്ട്. അവർക്ക് എന്നെ എൻ്റെ വീഡിയോസൊക്കെ കാണുമ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടം തോന്നുന്നു. അവൾ ഇത്രയും ടൈം സ്പെൻഡ് ചെയ്തിരിക്കുന്നുണ്ടല്ലോ. ഞാൻ അവർക്ക് അങ്ങനെ പറഞ്ഞ് കേട്ടിരിക്കുന്ന തമാശയൊക്കെ പറയുമ്പോൾ എല്ലാവർക്കും ഇഷ്ടം ആകുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ വിചാരിച്ച വയസ്സായവർ മാത്രമേ എൻ്റെ ഇഷ്ടങ്ങളൊക്കെ നോക്കിയിരിക്കുകയുള്ളൂ എന്ന്, എൻ്റെ തമാശകളൊക്കെ. വിഷമം ഇന്നലെ റോബിനല്ല അബിയാന്ന് തോന്നുന്നു എൻ്റെ പേര് മറന്നേ, അവൻ ചിരിച്ചിട്ട് എത്ര വർഷങ്ങളായി എന്ന് പറഞ്ഞു. അങ്ങനെയല്ല, വിഷമങ്ങളില്ലാത്ത മനുഷ്യരില്ല. ഓൾമോസ്റ്റ് ഒരു 90% ആൾക്കാർക്കും വിഷമങ്ങളുണ്ട്. ആരും പുറത്ത് പറയുന്നില്ല എന്നുള്ളൂ. നമ്മളവിടെ വിഷമിച്ചുകൊണ്ടിരുന്ന അവിടെ ഇരിക്കലേ ഉണ്ട്. നമ്മളെ വിഷമങ്ങൾ എനിക്ക് തോന്നിയിട്ടുള്ളത് ആരോടും പറയാണ്ടിരിക്കുന്നത് നല്ലത്. അവർ നമ്മുടെ പ്രശ്നം സോൾവ് ചെയ്യാൻ വരുന്നില്ല, അല്ലെങ്കിൽ അത്രയും ബെസ്റ്റി ആയി എപ്പോഴെങ്കിലും തോന്നുകയാണെങ്കിൽ മാത്രം പറയുക. അല്ലാത്തവരോട് പറയുന്നത് വെറും വേസ്റ്റാണ്, മനസ്സിലായോ? അങ്ങനെ ബെസ്റ്റി എന്ന് പറയാൻ എനിക്ക് അക്കാഡമിയിൽ നിന്ന് കുറേ ചുരുക്കം ചിലരെ തന്നിട്ടുണ്ട്. അതിൽ എനിക്കൊരു തെറ്റായിട്ട് തോന്നിയിട്ടുമില്ല. അവർ ഞാൻ ഏതാണെന്ന് മനസ്സിലാക്കി തോന്നിയവരുണ്ട്. ബാക്കിയുള്ളവരൊക്കെ വേറെ രീതിയിലൊക്കെയാണ് എടുക്കുന്നത്. നമ്മളെന്തെങ്കിലും പറഞ്ഞാൽ തന്നെ നിസ്സാരം. ഞാൻ പറഞ്ഞില്ലേ, ഒരു തമാശയ്ക്ക് നമ്മളൊരു വാറ് കാണാൻ വേണ്ടി പോയി കുടിച്ചാലോ എന്ന് നിൽക്കുമ്പോൾ ചിന്തിക്കുന്നതാണെന്ന് പറയും, ഇവളിനി കുടിക്കുമോ? ഇങ്ങനെ ഞങ്ങൾക്ക് ചിന്തിക്കുന്ന ടീമുകൾ, ഇവൾ കുടിക്കുമായിരിക്കും, അതല്ലേ അവൾ ബാറ് കണ്ടപ്പോൾ ചോദിച്ചതെന്ന്. കുത്തിയുണ്ടല്ലോ ചങ്കിനങ്ങ് തറയ്ക്കാൻ തോന്നുന്നു നെഗറ്റീവ് ചിന്തിക്കുകയാണെങ്കിൽ. ഇപ്പം പിള്ളേരുള്ള സൂക്കേട് ഇങ്ങനെയാടാ. നിങ്ങൾ ആൺപിള്ളേരങ്ങനെയല്ല. അവന്മാർ ബാറിൽ പോയില്ലെങ്കിലും ബാറ് കണ്ടിട്ടില്ലെങ്കിലും പറയും ഞാൻ 10 തവണ ആ ബാറിൽ പോയി എന്ന് പറയും. നിങ്ങളാടാ ചക്കരെ സൂപ്പർബ്. എനിക്ക് ആൺപിള്ളേരെ ഇഷ്ടമല്ലായിരുന്നു സത്യം. ഞാൻ യൂട്യൂബിലൊക്കെ വന്നതിന് ശേഷം, ഇൻസ്റ്റയൊക്കെ തുടങ്ങിയതിന് ശേഷമാണ് എനിക്ക് എന്താണ് ചെക്കന്മാരെന്ന് മനസ്സിലായ. അവരോട് എന്തോ നമുക്ക് പറയാം കേട്ടോ. വിശാഖം എൻ്റെ എല്ലാ വീഡിയോസും കമൻറ്റും എല്ലാം അവൻ ഫുള്ളിരുന്ന് വായിക്കുന്നത്. ഇനിയിപ്പോൾ എൻ്റെ അമ്മയെ പാവം അവനെ തേടിപ്പോവും. പേര് മാറ്റി എടാ അപ്പോൾ അവൻ ഫുള്ളിരുന്നിട്ട് ഒരുന്ന് പോലും ഇല്ലാണ്ട് അവൻ ഫുള്ള് കാണും. എല്ലാത്തിനും കമൻറ്റ് പറയും. എൻ്റെ ഡ്രസ്സ്, എൻ്റെ ഓർണമെൻറ്റ്സ് എല്ലാത്തിനെക്കുറിച്ചും കമൻറ്റ്സ് പറയും. അത്ര അബ്സർവ് ചെയ്ത് എന്നെ വാച്ച് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു പണിയില്ലാണ്ടിരിക്കുന്ന എൻ്റെ നിശാന്ത് ഉണ്ട്. കുറേ പേരുണ്ട്, എല്ലാവരുടെയും പേര് അറിയുന്നുണ്ട്. സച്ചിൻ, എൻ്റെ അബ്ബാസ്, പിന്നെ ബിനു, എനിക്ക് ഒരുപാട് പേരുകൾ ഓർമ്മയുണ്ട്. പിന്നെ പറയാം ഡൂഡിൽ 2 ദിവസമായിട്ട് മൈൻഡില്ല, കുറേ ദിവസമായിട്ട് മൈൻഡില്ല. അവൻ ഗൾഫിലോട്ട് പോകണം, അതാണ് മൈൻഡില്ലാത്തത്. പിന്നെ നിരന്തരമഴ ഉണ്ണികൃഷ്ണൻ ചേട്ടൻ, എനിക്കറിയില്ല ചേട്ടൻ, എന്തായാലും എനിക്ക് കമൻറ്റ്സ് ഇടുന്നുണ്ട്. പിന്നെ ഇങ്ങനെ ഇടയ്ക്ക് മെസ്സേജ് വെച്ചിട്ടെന്ത് പേരാണ് അവനെ കാണുന്നില്ലല്ലോ. ഇവനെ എവിടെ പോയാമോ? നാടോട്ട് പോയാ? അങ്ങനെ കുറച്ച് പേരൊക്കെ ഉണ്ട് ലിസ്റ്റിൽ. ബാക്കിയുള്ള പേരുകൾ ഞാൻ ഓർത്തിട്ട് പറയാം. ഒന്ന് വിഷമം തോന്നരുത്. എനിക്കങ്ങനെ എല്ലാവരും പേരുകളൊന്നും ഓർമ്മയുണ്ടാവില്ല, അതുകൊണ്ടാട്ടോ. ബൈ.